എങ്ങനെ ബൈബിൾ പഠിക്കുന്നത് എങ്ങനെയാ? ഓരോ ഭാഗം കാണാപ്പാഠമായിട്ട് പഠിക്കുവാണോ? അതോ എങ്ങനെയാണ്? ഓരോ ഹെഡിങ്സിന്റെ കാര്യമുള്ള വാക്യം ആദ്യം വെക്കുന്നു. അതിനുശേഷം അത് ഇന്ന ഹെഡിങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സെന്റൻസസ് എല്ലാം വെക്കുന്നത് പഠിച്ചെടുത്ത് ഓർത്ത് വയ്ക്കും. ഈ ബസ്സിലടിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ, ബസ്സിലടിക്കുന്ന സമയത്ത് ഈ വാക്യങ്ങളൊക്കെ മനസ്സിൽ പെട്ടെന്ന് ബന്ധങ്ങൾ കിട്ടാത്തത് കൊണ്ടാണോ ഓരോ വാചകങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു നോക്കിയിട്ട് അവിടെ ആലോചിക്കാനൊക്കെ സമയം കുറവല്ലായിരുന്നു? അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത്? ബസ്സൊക്കെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ആൾക്കാർ അടിക്കും. അപ്പൊ ആദ്യം അടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു വാക്യം അറിയാമെങ്കിൽ ആദ്യം അടിക്കുന്നു, ആ വാക്യം എടുത്ത് പറയുന്നു, പിന്നെ അത് പറയുമ്പോൾ മറ്റേ വാക്യം ആലോചിക്കുന്നു. അങ്ങനെ രണ്ടും പറഞ്ഞ് രണ്ടിനകത്തെ താരതമ്യം വാക്ക് ഒരുമിച്ച്. വാക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ താരതമ്യം? ഒരു ഉദരം എന്ന് പറയുന്ന ഒരു സാമ്യം പറഞ്ഞു അല്ലേ? അത് ഏതൊക്കെ വചനങ്ങളായിരുന്നു പറഞ്ഞത്? ന്യായാധിപന്മാരുടെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 1 വാക്യവും ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 27 വാക്യവും. അതിൽ താരതമ്യം പോലും എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടിയില്ല. അപ്പൊ എടുത്ത വശം താരതമ്യം എന്താണെന്ന് ചോദിച്ച വശം എടുത്ത് എന്തായിരുന്നു താരതമ്യം പറഞ്ഞ? മാതാവിന്റെ ഉപരം അല്ലേ? ഇനി എങ്ങനെയാ പഠിച്ച? അപ്പച്ചനും അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു? സന്തോഷായോ? സന്തോഷായി. എങ്ങനെയാണ് പഠിപ്പിച്ചെടുത്തത് ഇതൊക്കെ? ആദ്യം ഒക്കെ ഇവൻ തന്നെ പഠിക്കുമായിരുന്നു. പിന്നെ അടുത്ത വർഷം BA ആവൂലോ, അപ്പൊ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് ഞാൻ ഞങ്ങളുടെ അപ്പയും അമ്മയും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. ഇത് ജിസ്മോൻ A കാറ്റഗറിയിൽ അവസാനമായിട്ട് എഴുതുന്ന ഒരു എക്സാം കൂടിയായിരുന്നു അല്ലേ? അതെ. സന്തോഷായില്ലേ? A കാറ്റഗറിയിൽ ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇനി B കാറ്റഗറിയിൽ വീണ്ടും വരുമ്പോ ഇനിയും പ്രതിഭയാവും അല്ലേ? എഴുതാൻ പറ്റില്ല. B കാറ്റഗറിയിൽ എഴുതാൻ പറ്റില്ല. അത് തന്നെ, പ്രതിഭകൾക്ക് ഇനി എഴുതാൻ പറ്റില്ല. ഒരു തവണ പ്രതിഭയായ അവര് ജൂറി ലെവലിലേക്ക് ഉയരുകയാണ്. അതായത് ഇനി വരുന്ന മത്സരങ്ങൾക്ക് മാർക്ക് ഇടുക, ക്വസ്റ്റ്യൻ ഇടുക, ഇതിനുള്ള കമ്മിറ്റിയിൽ ഒരു അംഗമാണ്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അംഗമായിട്ടാണ് മാറുന്നത്. അപ്പൊ ഏത് രൂപതയാണ് നിങ്ങള്? ഞങ്ങൾ കോതമംഗലം രൂപത. കോതമംഗലം രൂപതയിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഇത്തവണ നമ്മുടെ പ്രതിഭ, ലോഗോസ് പ്രതിഭ 2024 ആയ ജിസ്മോൻ. ജിസ്മോന്റെ പപ്പ എന്ത് പറയുന്നു? ജിസ്മോന്റെ പപ്പയ്ക്ക് പ്രൈസ് അറിഞ്ഞപ്പോ തന്നെ വിഷമമാണോ, സങ്കടമാണോ, സന്തോഷമാണോ, എന്താന്ന് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് എഴുന്നേറ്റു അവിടുന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സന്തോഷം. ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും മെഗാ ഫൈനലിൽ വന്നു. ഈ വർഷം അതിലും കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്ററായി പെർഫോം ചെയ്യുന്ന ഉറപ്പായിരുന്നല്ലേ? കാരണം കൊച്ചു ഒത്തിരി പഠിക്കണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും പഠിത്തം തന്നെയായിരുന്നു.